ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ അയ്യപ്പൻ കുട്ടിയെ തുരത്തി ഓടിച്ച എന്റെ പ്രിയപ്പെട്ട വോട്ടർമാർക്ക് Come on everybody, let's play the melodious music and enjoy, celebrate the beauty of life. ഏറ്റവും അവസാനത്തെ 3 റൗണ്ടുകൾ വരെ കാത്തിരിക്കണം. LDF-ന്റെ വിജയാഹ്ലാദം ബ്രേക്ക് ചെയ്ത് തുടങ്ങാൻ എന്നുള്ളത്. LDF ലീഡ് പിടിക്കുന്നു പാലക്കാട്ട്. LDF ലീഡ് പിടിക്കുന്നു. എന്റെ രാഷ്ട്രീയ ദൗത്യം വളരെ അന്തസ്സോട് നിർവഹിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ തോൽവി ഒരു അന്തസ്സാണെന്ന് ഇടതുപക്ഷ പ്രവർത്തകർ നെഞ്ചത്ത് കൈവച്ച് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അതും മതിയാവൂന്ന് തോന്നുന്നില്ല. പൊരിഞ്ഞ പോരാട്ടല്ലേ. ഞാൻ കഷായത്തിലെ ചുക്ക് മാരിയ ഉണങ്ങിപ്പോയതാ. അതെന്റെ ചുക്കില്ലാത്ത കഷായം ഉണ്ടോ? മറ്റേ തമിഴ് സിനിമയിൽ പറഞ്ഞ പോലെ വീഴുവൻ എന്ന് നനത്തായോ എന്ന് ചോദിച്ച പോലെ ഞങ്ങൾ ചോദിക്കാൻ ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. നാക്ക് നീട്ടിയ പേപ്പട്ടിയല്ല, ആട്ടിൻ തോലിട്ടൊരു ചെന്നായിരുന്നു. 30 വർഷമായിട്ട് ഞാൻ ഊതിക്കാച്ചെടുത്ത എന്റെ പൊന്നാണ്. ഇതാണോ പൊന്ന്? നിങ്ങളുടെ അവിടെയൊക്കെ വാളംപുളി ഉണങ്ങിയത് പൊന്നു പൊന്നാണോ പറഞ്ഞത്? അതൊന്നും പറയേണ്ട നേരമല്ലല്ലോ ഇപ്പൊ. അതുകൊണ്ട് അതിന്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് മാത്രം. രാഷ്ട്രീയത്തിൽ നിലപാടുകളുടെ പേരിൽ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ആ തോൽവി ഒരു അന്തസ്സാണെന്ന്. ഞങ്ങൾക്ക് ഒരാളുടെ മുന്നിലും താഴേണ്ടതോ വണങ്ങേണ്ടതോ ആയ പ്രശ്നം വരുന്നില്ല. തലപ്പന്തുകളിലും ചീട്ടുകളിലും തോറ്റപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞു. അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ അയ്യപ്പൻ കുട്ടിയെ തുരത്തി ഓടിച്ച അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മള് നാളെയും കാണണ്ടേ? ആട്ടിൻ തോലിട്ടൊരു ചെന്നായിരുന്നു അവൻ. അങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെയൊന്നും പറയരുത്. ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ. ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഷാഫി പറമ്പിലിനെ വന്ന് കാണുമെന്ന് പറഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ MLA ഓഫീസിലേക്ക് സരിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുക. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി. രാഷ്ട്രീയത്തിൽ നിലപാടുകളുടെ പേരിൽ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. എന്താ ഹിന്ദു ചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ? ഈ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്ന് എങ്ങനെയാണ് LDF 3.0-നെ അവതരിപ്പിക്കേണ്ടത് എന്നുള്ള വലിയ രാഷ്ട്രീയ ദൗത്യത്തിന്റെ ഭാഗമാവാനാണ് ഞാൻ പോകുന്നത്. അങ്ങനെ സാറിനാവുന്ന സ്വപ്നം കണ്ടിറങ്ങി വന്നിറങ്ങുന്ന മുന്നിൽ കൂടി അതൊരു ചലഞ്ചിങ് റോളായിട്ടാണ് ഞാൻ ശരി. ആ അരിയും തിന്ന് ആശാറ്റിനും കടിച്ച് പിന്നെ നായ്ക്ക് ഞാൻ മുറുമുറുക്ക്